വെൽക്കം ടു സയൻസ് കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റോൺസ് വെച്ചിട്ട് കാക്ടസ് ഉണ്ടാക്കുന്നതാണ്. കള്ളിമുൾ ചെടി ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ റിവറിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നിട്ടുള്ള സ്റ്റോൺസിൽ ഈ ഷേപ്പിങ്ങനെ വരച്ചെടുത്തിട്ടുള്ളതാണ്. പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളതാണ്. ആറ്റിലും ഒക്കെ ഉള്ള മിനുസുള്ള ഇങ്ങനെ അതിനകത്ത് കിടക്കുന്ന മിനുസുള്ള സ്റ്റോൺസ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഇതിനെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് കൂട്ട് കുറേ പിറക്കി വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഈ ഇങ്ങനത്തെ സൈസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതുപോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോൺസ് ആയിരിക്കും കുറച്ച് നല്ലത് ഇത് ചെയ്തെടുക്കാൻ. അപ്പോഴുള്ള ആ ഒരു എഫക്റ്റ് നല്ലതായിട്ട് വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിലും ഇച്ചിരി ഉരുണ്ടതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാക്ടസിൻ്റെ ഡിസൈൻ വരച്ചിട്ട് അതാണെങ്കിൽ ഭംഗിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലും സെലക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ സ്റ്റാർട്ട് ദി വീഡിയോ. ഇതേപോലെ ലെങ്തി ആയിട്ടുള്ള സ്റ്റോൺസ് നോക്കി സെലക്ട് ചെയ്യാം. എന്നുവെച്ചാൽ നമുക്ക് ഇതേപോലെ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഇതേപോലത്തെ ആക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ സ്റ്റോൺസും ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ബേസ് കോട്ട് കൊടുത്ത് വെക്കാം. ആൻഡ് അത് ഡ്രൈ ആയതിന് ശേഷം ഇതേപോലെ ഔട്ട്ലൈൻ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 0 സൈസ് ബ്രഷ് എടുത്തിട്ട് ഡിസൈൻസ് കൊടുത്താലും മതി. ഇതൊക്കെ ഞാൻ വൈറ്റ് കൊണ്ടാണ് കൂടുതൽ ഡിസൈൻസും കൊടുക്കുന്നത്, കുറെ കൂടി ഹൈലൈറ്റ് ആയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റ് ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇപ്പോൾ ഇതിൽ ഞാൻ ഡോട്ട് ഇടുവാണ്. ഡയഗണലി ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിലിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ ഓരോ കോൺ വരയ്ക്കാം. എന്നിട്ട് ഫുൾ അത് ഫിനിഷ് ചെയ്യുക. ഫുൾ സ്റ്റോൺ ഫുൾ അതേ ഡിസൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് മേളിലോട്ടൊരു ലൈനും കൂടി കൊടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മേളിലോട്ടൊരു ലൈൻ കൂടി കൊടുത്തിട്ട് ആ ഡിസൈനെ അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ സൈഡിലും ഇതേ ഡിസൈൻ കൊടുക്കാനായിട്ട് നമുക്ക് 2 കളേഴ്സ് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. യെല്ലോയും ഗ്രീനൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ സ്റ്റോണിൽ ലൈൻസ് ഇടാം ഈ കളർ വെച്ചിട്ട്. നമുക്ക് കാക്ടസിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു ലൈൻ ഇട്ടിട്ട് ഡിസൈൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലത്തെ ലൈൻ നമുക്ക് ഒരു ചെറിയൊരു കേർവി ആയിട്ട്, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കാതെ കുറച്ച് കേർവ് ചെയ്ത് ആ ഒരു എന്താ പറയുക, ഒരു റൗണ്ട് ഷേപ്പ് തോന്നുന്നത് പോലെ നമുക്കൊരു താഴോട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം. കുറച്ചൊരു കേർവി ആയിട്ട് വരയ്ക്കണേ. ഇപ്പോൾ ഇത് ഫുൾ വരച്ച് കഴിഞ്ഞു. എന്നുവെച്ചാൽ നമുക്കതിൻ്റെ മേളിലൂടെ യെല്ലോ മിക്സ് ചെയ്യാതെ യെല്ലോ മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ലൈൻ വരയ്ക്കണ്ട, ഇടവിട്ട് ചെറുതായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അങ്ങനെ അത് ആ ലൈൻസ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ വരച്ചിട്ടുള്ള ലൈനിൽ കൂടെ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഔട്ട്ലൈനർ അല്ലെങ്കിൽ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വരച്ചാലും മതി. ഇതേപോലെ വൈറ്റ് ഡോട്ട്സ് ചെറിയൊരു സ്പേസ് ഇടവിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഈ സ്റ്റോണിന് കൊടുത്തിട്ടുള്ളത്. നേരത്തെ സ്റ്റോണിൽ ചെയ്തതുപോലെ നീളത്തിൽ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലൈൻസിൻ്റെ 2 ലൈൻസിൻ്റെ നടുക്ക് കൂടെയാണ് ഇതിൽ ഡിസൈൻ ചെയ്യുന്നത്. ഇതും ഈ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2 ഇൻറ്റു വരച്ചിട്ട് നടുക്ക് കൂടെ ഒരു ലൈൻ വരച്ചിട്ട് അങ്ങനെ ഒരു ഡിസൈനാണ് ഞാൻ ഇപ്പോൾ ഇതിന് കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ഈ എല്ലാ ലൈൻസിൻ്റെയും നടുക്കുള്ള ഭാഗത്ത് ഇത് വരച്ചെടുക്കാം. കാക്ടസിന് കുറച്ച് ഭംഗി വരുത്താനായിട്ട് ഇതേപോലത്തെ ചെറിയ പെബിൾസിനെ ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഓറഞ്ച് അങ്ങനത്തെ കളേഴ്സൊക്കെ വെച്ചിട്ട് ചെറിയ പെബിൾസ് ചെയ്തെടുക്കുകയാണ്. അതാകുമ്പോൾ ആ ഗ്രീനിൻ്റെ ഫുൾ ഗ്രീൻ കൊടുത്ത് അത് മാത്രമായിട്ടുണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേപോലത്തെ ചെറിയ പെബിൾസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ കളർ കൊടുത്ത് അതിന് ശേഷം ഔട്ട്ലൈനർ വെച്ചിട്ട്, ഇപ്പോൾ ബ്ലാക്ക് ഔട്ട്ലൈനർ വെച്ചിട്ട്
ഇതിൽ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഫസ്റ്റ് വൈറ്റ് ഡോട്ട് ഇടുക, അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് വെച്ചിട്ടും കൂടി ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ വൈറ്റിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഡോട്ട് കൂടി ഇടുക. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റോൺസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണേ. നമ്മളിതെല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിലെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്ലൂ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചതിന് ശേഷം ഇതിലേതെങ്കിലും, ഇപ്പോൾ യെല്ലോയും ഗ്രീനും അല്ലേ ഈ സ്റ്റോൺസ്, അപ്പോൾ ഒന്നെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ ഏതെങ്കിലും വെച്ചിട്ട് ആ ഗ്ലൂ കാണുന്ന അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ചിലതിന് ഞാൻ ഡിസൈൻ കൊടുക്കാതെയും വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും അങ്ങനെ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുത്താലും മതി. കുറേയൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ കൊടുക്കാത്തത് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്താലും മതിയാവും. പാട്ടെന്ന് പറയുന്നത് നമുക്കിതിന് ഒന്ന് സീൽ ചെയ്യണം. ഞാനിത് ഫെവിക്രിലിൻ്റെ മോഡ് പോഡ്സ് വെച്ചിട്ടൊന്ന് സീൽ ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ വാർണിഷ് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സീൽ ചെയ്യാം. ഇതിനായിട്ട് കുറച്ച് മോഡ് പോഡ്സ് ഒരു പാലറ്റിലിട്ടിട്ട് ഇതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു നല്ല ഗ്ലേസിങ് വരും, നല്ലൊരു ഫിനിഷ്ഡ് ലുക്കാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു റോ ഫിനിഷ് ആയിരിക്കത്തില്ല, അത് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒന്ന് സീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. മാറ്റ് ഫിനിഷാണ് വേണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് യൂസ് ചെയ്താൽ മതി. ഞാനിതിൽ ഗ്ലോസി ഫിനിഷാണ് യൂസ് ചെയ്യുന്നത്.